ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവിന് വന്ദനം. നമ്മൾ ഭാര്യാചിന്തയാണ് പ്രശ്നമാർഗത്തിലെ 20-ാം അധ്യായത്തിലെ ഭാര്യാചിന്തയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടിയിരിക്കുന്നത്. അതിൽ 37-ാമത്തെ ശ്ലോകം പുനർവിവാഹ ലക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. അതൊന്നും കൂടെ വായിക്കാം. പ്രാക് ലഗ്നേ ദ്വന്ദ്വരാശോ ശശിനി ച മദബേ ദ്വന്ദ്വബേ വാ തദംശേ ലാഭേ ഖേടദ്വയാഡേ സതിജ മദനഭേ ക്ലീബഖേടാനിദേജാം ഉദ്വാഹോ ദൗ ഭവേതാമഥ മദനഗദേ ഭൗമഭാസോ നവാംശേ തൗ വാ യദ്യസ്ത സംസ്ഥോ ഭവതി ഖലു നൃണാം വല്ലഭൈകൈവ നൂനം. ഉദയലഗ്നം ഉഭയരാശിയാവുകയും ചന്ദ്രനും 7-ാം ഭാവാദിനും ഉഭയരാശിയിലോ ഉഭയരാശി നവാംശകത്തിലോ നിൽക്കുകയും 11-ൽ 2 ഗ്രഹങ്ങൾ നിൽക്കുകയും 7-ാം ഭാവത്തിൽ നപുംസക ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ 2 വിവാഹം നടക്കുന്നതാണ്. ഇപ്പോൾ ലഗ്നം ഉഭയരാശിയാവും. ഉഭയരാശികൾ മിഥുനം, കന്നി, ധനു, മീനരാശികളാണ് ഉഭയരാശികൾ. അങ്ങനെ ഉഭയരാശികളാവുക. കൂടാതെ ചന്ദ്രനും 7-ാം ഭാവാധിപനും ഉഭയരാശിയിൽ നിൽക്കുകയോ അതിൻ്റെ അംശകം ഉഭയരാശിയിലോ ആവുകയോ ചെയ്യുക. ഇങ്ങനെ വരിക. പിന്നെ 11-ൽ 2 ഗ്രഹങ്ങൾ നിൽക്കുക. കൂടാതെ 7-ാം ഭാവത്തിൽ നപുംസക ഗ്രഹങ്ങൾ ബുധനും ശനിയാണ്. 7-ാം ഭാവത്തിൽ നപുംസക ഗ്രഹങ്ങൾ നിൽക്കുക. ഇങ്ങനെ വന്നാൽ 2 വിവാഹം നടക്കുന്നതാണ്. അനന്തരം കുജൻ്റെയും സൂര്യൻ്റെയും നവാംശം 7-ാം ഭാവത്തിൽ വന്നാൽ കുജസൂര്യന്മാർ 7 നിൽക്കുന്നെങ്കിൽ പോലും അങ്ങനെയുള്ള പുരുഷന് നിശ്ചയമായും ഭാര്യ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ മരിച്ചതിന് ശേഷം വേറൊരു ഭാര്യ കിട്ടുക എന്നുള്ളതാണ് വരുന്നത്. 2 വിവാഹം നടക്കും. അതിൻ്റെ കുജൻ്റെയും സൂര്യൻ്റെയും അംശകം 7-ാം ഭാവത്തിൽ വരിക, അല്ലെങ്കിൽ കുജനും സൂര്യനും 7-ാം ഭാവത്തിൽ നിൽക്കുക. അങ്ങനെ നിന്നാൽ പുരുഷന് ഒരു ഭാര്യ ഉണ്ടാവുള്ളൂ. ഒന്നിലധികം വിവാഹം ചെയ്താലും ഒരു ഭാര്യ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നർത്ഥം. 38-ാമത്തെ ശ്ലോകം. ലഗ്നേന്ധ്വോ സപ്തമേഷോ ഭൃഗുരബിബലിനോ ഗോചരസ്താസ്ത്രയശ്ചേദുദ്വാഹാനാം ത്രയം സ്യാദ്വയമുദിതം മുഭൗ ചൈകമേകാസ്തഥാ ചേൽ അസ്തേശേ ഭാർഗവേ വാ ഗദവതി പരമം തുംഗമസ്തസ്ഥിതാ വാ നൈഖാഖേടയതി സ്യുസ്ത്രയാ ഇഹ ബഹവോ ദ്യൂനപാംശൈ സമം വാ. 38-ാമത്തെ ശ്ലോകമാണത്. ലഗ്നേന്ദോ സപ്തമേഷോ, ലഗ്നചന്ദ്രന്മാരുടെ, ലഗ്നം ഇന്ദോ എന്ന് വെച്ചാൽ ഈ ലഗ്നചന്ദ്രന്മാരുടെ സപ്തമേഷോ 7-ാം ഭാവാധിപന്മാർ, ഭൃഗുരബിബലിനോ, ഭൃഗുത്രയ അബിബലിന, ശുക്രൻ, ഇവർ മൂവരും ബലവാന്മാരായി. അതായത് ലഗ്നം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും 7-ാം ഭാവാധിപന്മാരും ശുക്രനും ഇവർ ബലവാന്മാരായിട്ട് ഗോചരസ്ഥാസ്ത്രയശ്ചേ ദുദ്വാഹനാം ത്രയം, ഗോചരസ്ഥാ ചേൽ ഉദ്വാഹനാം ത്രയം സ്യാത്, ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ വിവാഹം 3 നടക്കും. ഉഭോ തഥാദ്വയം, ഇവരിൽ 2 ഗ്രഹങ്ങൾ ഇപ്രകാരം എന്നാൽ 2 വിവാഹവും. ഏകം തഥാചേൽ, ഒരു ഗ്രഹം ഇപ്രകാരം എന്നാൽ ഏകം ഉദിതം ച, ഒരു വിവാഹം നടക്കുമെന്നും പറയണം. അസ്തേശേ വാ ഭാർഗവി, അസ്തേശം എന്ന് വെച്ചാൽ 7-ാം ഭാവാധിപനോ, ഭാർഗവൻ എന്ന് വെച്ചാൽ ശുക്രനോ, പരമം തുംഗം ഗതവതിവ, പരമോച്ചത്തിൽ നിൽക്കുകയോ, നൈഖാഖേട, അധികം ഗ്രഹങ്ങൾ അസ്തസ്ഥിതായതി 7 നിൽക്കുകയോ ചെയ്താൽ ഇഹത്രയം ബഹവസ്യോ, ഇവിടെ 3 കൂടുതലോ വിവാഹം നടക്കും. ദ്യൂനപാംശേ സമം വ, 7-ാം ഭാവതയും ഭുജിച്ച അംശക സംഖ്യയോളമോ വിവാഹം നടക്കും. ഇതിൽ പുനർവിവാഹം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള വിവാഹത്തിൻ്റെ യോഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ലഗ്നത്തിൽ നിന്നും 7-ാം ഭാവാധിപൻ, ചന്ദ്രനിൽ നിന്നും 7-ാം ഭാവാധിപൻ ശുക്രൻ, ഇവർക്ക് നല്ല ബലമായിട്ട് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുക. ഇഷ്ടസ്ഥാനത്ത് വെച്ചാൽ കേന്ദ്രം ത്രികോണങ്ങളിൽ നിൽക്കുക എങ്കിൽ വിവാഹം 3 നടക്കുന്നതാണ് പറയുന്നത്. ഈ മൂവർക്കും ബലം ഉണ്ടാവണം. ഇവരിൽ 2 ഗ്രഹങ്ങൾക്കാണ് ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 വിവാഹവും, ഇവരിൽ ഒരു ഗ്രഹത്തിനാണ് ബലം ഉണ്ടെങ്കിൽ ഒരു വിവാഹവും നടക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതേ ലഗ്നം കൊണ്ട് 7-ാം ഭാവാധിപൻ, ചന്ദ്രനെ കൊണ്ട് 7-ാം ഭാവാധിപൻ ശുക്രൻ, വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ്റെ ബലം എല്ലാവർക്കും 3 പേർക്കും ബലം ഉണ്ടെങ്കിൽ 3 വിവാഹം, 2 പേർക്കാണ് ബലം ഉണ്ടെങ്കിൽ 2 വിവാഹം, ഒരാൾക്ക് ഒരു ഗ്രഹത്തിന് ബലമുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു വിവാഹം നടക്കും. പിന്നെന്താ പറഞ്ഞത്? 7-ാം ഭാവാധിപനോ ശുക്രനോ പരമോച്ചത്തിൽ നിൽക്കുകയോ അധികം ഗ്രഹങ്ങൾ 7-ൽ നിൽക്കുകയോ ചെയ്താൽ, 7-ാം ഭാവാധിപനോ ശുക്രനോ
ശുക്രനോ പരമോച്ചത്തിൽ നിൽക്കുക. ഓരോ ഗ്രഹങ്ങളുടെയും പരമോച്ചം എത്ര ഡിഗ്രിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ നിന്നിട്ട് 7-ൽ 1-ൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇവിടെ 3 കൂടുതലോ വിവാഹം നടക്കുമെന്നാണ് പറയുക. 7-ാം ഭാവാധിപൻ ഭുജിച്ച അംശക സംഖ്യോളമോ വിവാഹം നടക്കും. 7-ാം ഭാവാധിപൻ പരമോച്ചത്തിൽ നിൽക്കുക, അതിൻ്റെ അംശകം എത്ര അംശകം കഴിഞ്ഞു അത്രയും ഭുജിച്ച അംശകത്തോളം വിവാഹം നടക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലഗ്നം കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ശുക്രനെ കൊണ്ടും അതിൻ്റെ ബലത്തിനനുസരിച്ചും 7-ാം ഭാവത്തിൽ എത്ര ഗ്രഹങ്ങൾ നിൽക്കുന്നുവോ, 7-ാം ഭാവാധിപനും ശുക്രനും പരമോച്ചത്തിൽ നിൽക്കുന്നുവോ അതിനനുസരിച്ചിട്ട് അത്രത്തോളം വിവാഹം നടക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ വരിക എന്നുള്ളതും നമുക്ക് ഈ കാലത്ത് പറയാം. ഇനി വക്രവർഗോത്തമ സ്വർച്ഛത്രംശതു തുംഗനവാംശകേ ശുക്രാസ്തേശോ ബലിന്യസ്തേ പുനരുദ്വാഹകാരകൗ. 39-ാമത്തെ ശ്ലോകമാണത്. അസ്തംബലിനി, അസ്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-ാം ഭാവം ബലമുള്ളതായിരിക്കുമ്പോൾ വക്രവർഗോത്തമ വക്രം പാവിച്ചോ വർഗോത്തമ നവാംശകത്തിലോ സ്വക്ഷത്രംശ തുംഗ നവാംശകെ സ്വക്ഷേത്രത്തിലോ സ്വദ്രേക്കാണത്തിലോ ഉച്ചനവാംശകത്തിലോ നിൽക്കുന്ന ശുക്ര അസ്തേശോ ശുക്രനും 7-ാം ഭാവാധിപനും പുനരുദ്വാഹകാരകോ പുനർവിവാഹത്തിനു ഹേതുഭൂതരാണ്. ഇത് സർവാർത്ഥ ചിന്താമണിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. 7-ാം ഭാവം ബലമുള്ളതായിരിക്കുമ്പോൾ വക്രം പാപിച്ചോ വർഗോത്തമ നവാംശകത്തിലോ സ്വക്ഷേത്രത്തിലോ സ്വദ്രേക്കാണത്തിലോ ഉച്ചനവാംശകത്തിലോ നിൽക്കുന്ന ശുക്രനും 7-ാം ഭാവാധിപനും, ശുക്രനോ അല്ലെങ്കിൽ 7-ാം ഭാവാധിപനോ ഇങ്ങനെ നിന്നാലും മതി. എങ്ങനെ വക്രം ഭാവിച്ചിട്ട് നിൽക്കുക, വർഗോത്തമത്തിൽ അംശകം, വർഗോത്തമം എന്ന് വെച്ചാൽ എവിടെയോ ഏത് ഗ്രഹമാണോ 7-ാം ഭാവം അല്ലെങ്കിൽ ശുക്രൻ അവിടെ തന്നെ അംശകിച്ച് നിൽക്കാം. സ്വക്ഷേത്രം 7-ാം ഭാവാധിപനും ശുക്രനും സ്വക്ഷേത്രമായിട്ട് അംശയിച്ച് നിൽക്കുക, അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ സ്വദ്രേക്കാണത്തിലോ അവരവരുടെ തന്നെ ദ്രേക്കാണത്തിലോ ഉച്ചനവാംശം ഉച്ചക്ഷേത്രത്തിൽ പോയിട്ട് അംശകം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ശുക്രനും 7-ാം ഭാവത്തിനും ഇങ്ങനെ ചെയ്താൽ പുനർവിവാഹത്തിന് ഹേതുഭൂതരാണ്, കാരണമാകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി 40-ാമത്തെ ശ്ലോകം. കളത്രേവാ കുടുംബേവാ പാപദൃഗ്യോഗ സംഭവേ തദീശേ ബലഹീനേതു കളത്രാന്തരമാദിശേൽ. കളത്രേവാ കുടുംബേവാ 7-ാം ഭാവത്തിലോ 2-ാം ഭാവത്തിലോ പാപദൃഗ്യോഗ സംഭവേ പാപദൃഷ്ടിയോ പാപയോഗമോ വരികയും തദീശേ ബലഹീനേതു അതിൻ്റെ അധിപൻ ബലഹീനനുമായാൽ കളത്രാന്തരമാദിശേൽ പുനർവിവാഹം നടക്കുമെന്ന് പറയുന്നു. പുനർവിവാഹ ലക്ഷണമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 37-ാമത്തെ ശ്ലോകം മുതൽ പുനർവിവാഹ ലക്ഷണമാണ് പറയുന്നത്. 7-ാം ഭാവത്തിലോ 2-ാം ഭാവത്തിലോ പാപദൃഷ്ടിയോ പാപയോഗമോ വരിക, പിന്നെ അതിൻ്റെ അധിപൻ ബലഹീനനായിട്ട് നിൽക്കുക, അപ്പോഴും പുനർവിവാഹ ലക്ഷണമാണ്. 7-ാം ഭാവാധിപൻ പാപയോഗം സംഭവിച്ചാൽ 7-ാം ഭാവാധിപൻ ബലഹാനി ഉണ്ടാകണം. 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ 7-ാം ഭാവാധിപന് ബലഹാനി ഉണ്ടാവുക, 2-ാം ഭാവത്തിൽ പാപം നിൽക്കുമ്പോൾ 2-ാം ഭാവത്തിന് ബലഹാനി ഉണ്ടായിരിക്കുക, എന്നാലാണ് പുനർവിവാഹ ലക്ഷണം ഉണ്ടാകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ശ്ലോക വ്യാഖ്യാനം അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.